ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗവർണർക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉന്നയിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേന്മക്കെടുത്തുന്ന നീക്കങ്ങളാണ് ഗവർണറുടേത്. ഈ നീക്കങ്ങളെ നിയമപരമായി പ്രതിരോധിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു റിപ്പോർട്ടറിനോട് പറഞ്ഞു. 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് പശ്ചാത്തല സൗകര്യങ്ങളില്ലെന്ന KSUവിന്റെ വിമർശനവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തള്ളി. ആദിൽ പാലോടുമായി മന്ത്രി സംസാരിച്ചു. നമുക്കൊന്ന് കണ്ടുവരാം. 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് സംസ്ഥാനത്ത് തുടക്കമായിരിക്കുന്നു. പലതരം വിമർശനങ്ങളുണ്ട്. KSU പറയുന്നത് വേണ്ടത്ര പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഈ വിമർശനങ്ങളെ മന്ത്രി എങ്ങനെ കാണുന്നത്? ഇതുവരെ അവർ അത് ഉന്നയിച്ചിട്ടില്ലല്ലോ. പലതവണ അവരെ തന്നെ വിളിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാ സൗകര്യങ്ങളും ഇന്ന് നിലവിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായൊരു മാറ്റത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യം ഇല്ല എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല, ഒരു യാഥാർത്ഥ്യവും ഇല്ല. പിന്നെ ഇപ്പോൾ ഉള്ള രീതിയിൽ തന്നെയാണല്ലോ നമ്മളിപ്പോൾ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതേ സൗകര്യങ്ങളാണ്. 3 വർഷം കഴിഞ്ഞിട്ടേ നാലാമത്തെ വർഷം പ്രധാനമായിട്ടും ഫീൽഡ് വർക്ക്, ലാബുകളിലെ വർക്ക്, റിസർച്ച് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ്, ഇൻറ്റേൺഷിപ്പുകൾ, പ്രൊജക്റ്റ് വർക്ക്, അങ്ങനെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഗവർണറുടെ ഈ പുതിയ നീക്കം അതിനെ കോടതി വഴി നേരിടുമെന്ന് നമ്മളിപ്പോൾ ഒരു നിലപാടും എടുക്കുന്നു. അതെങ്ങനെയാണ് അടുത്ത ഘട്ടം? അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കപ്പെടുന്നത്. സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി കെടുത്തിക്കളയുന്ന ചില നീക്കങ്ങളും സമീപ ഭൂതകാലത്തിൽ അദ്ദേഹം നടത്തി. അപ്പോൾ നിരന്തരം ഫ്രിക്ഷൻ ഉണ്ടാക്കി, വക്കാണങ്ങൾ ഉണ്ടാക്കി നമ്മൾ നടത്തുന്ന ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളെ, മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കല്ലാണ്ട് വേറെ പോകാൻ വഴിയില്ലല്ലോ. പരമാവധി ശ്രമിക്കുക, അത് നിയമപരമായി നേരിടുക എന്നുള്ളതാണ്. നിയമപരമായിട്ട് ശ്രമിക്കും. ഇക്കാര്യങ്ങൾ തന്നെയാണ്. 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കമായിരിക്കുന്നു. വലിയൊരു വിപ്ലവമാണ് സംഭവിക്കുക എന്നതാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ വിനയനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.